എല്ലാവർക്കും ഒരിക്കൽ കൂടി എക്സ്ക്ലൂസീവ്ലി ഫോർ എക്സാംസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടഡ് കാറ്റഗറി 3 എക്സാം ഓറിയൻറ്റേഷനാണ്. ഇതുവരെ വീഡിയോസ് കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും ഐ ബട്ടണിലും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിരിക്കുന്ന ലിങ്കിൽ കയറി കാണേണ്ടതാണ്. ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സ് സർക്കിളിലേക്ക് ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇനി നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ കടന്നാലോ? യെസ്, ടുഡേയ്സ് ഇൻഗ്രീഡിയൻസ് അഥവാ ഇന്നത്തെ ചേരുവകൾ, ദാറ്റ് ഈസ് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് MCQs. അഡോളസെൻ്റ് സൈക്കോളജിയുടെ തേർഡ് പാർട്ടായിട്ടുള്ള ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡും അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ആൻഡ് ഹിയർ ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ്, ഇഫ് എനി സ്റ്റുഡൻസ് ഹാസ് എനി ഫാമിലി പ്രോബ്ലം യു വിൽ, ഓപ്ഷൻസ് ആർ നോട്ട് പേ എനി അറ്റൻഷൻ ടു ഇറ്റ്, ലിസൺ ടു ഹിസ് പ്രോബ്ലം ആൻഡ് വിൽ ട്രൈ ടു എക്സ്റ്റെൻഡ് ടു ഹിം മോറൽ സപ്പോർട്ട്, ടെൽ ഓൾ അബൌട്ട് ഹിസ് പ്രോബ്ലം, അഡ്വൈസ് ഹിം ടു കീപ് ഹിസ് പ്രോബ്ലം അപ് ടു ഹിസ് ഹൗസ് ഓൺലി. വളരെ എളുപ്പമുള്ള ചോദ്യമാണ്. എന്താ ചോദ്യം? ഇഫ് എനി സ്റ്റുഡൻസ് ഹാസ് എനി ഫാമിലി പ്രോബ്ലം യു വിൽ, ആൻഡ് ദ കറക്റ്റ് ഓപ്ഷൻ ഈസ് ലിസൺ ടു ഹിസ് പ്രോബ്ലം ആൻഡ് വിൽ ട്രൈ ടു എക്സ്റ്റെൻഡ് ടു ഹിം മോറൽ സപ്പോർട്ട്. സോ എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ ആസ് എ ടീച്ചർ നമ്മൾ എന്താ ചെയ്യുക? ലിസൺ ടു ഹിസ് പ്രോബ്ലം ആൻഡ് വിൽ ട്രൈ ടു എക്സ്റ്റെൻഡ് ടു ഹിം മോറൽ സപ്പോർട്ട്. ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് ലേണിംഗ് ബൈ ഡൂയിങ് വാസ് ടെസ്റ്റഡ് ബൈ, ഓപ്ഷൻസ് ആർ ഹെർബർട്ട് സ്പെൻസർ, ജോൺ ഡ്യൂവി, മോറിസൺ ആൻഡ് നൺ ഓഫ് ദി അബോവ്. ആൻഡ് ദ ആൻസർ ഈസ് ലേണിംഗ് ബൈ ഡൂയിങ് വാസ് ടെസ്റ്റഡ് ബൈ ജോൺ ഡ്യൂവി. ജോൺ ഡ്യൂവിയുടെ കാര്യം പറയുകയാണെങ്കിൽ ഹി വാസ് എൻ അമേരിക്കൻ ഫിലോസഫർ, സൈക്കോളജിസ്റ്റ് ആണ്, ആൻഡ് ഹാസ് ബീൻ ഇൻഫ്ലുവൻഷ്യൽ ഇൻ എഡ്യൂക്കേഷൻ ആൻഡ് സോഷ്യൽ റിഫോം. ഹെർബർട്ട് സ്പെൻസർ ആരാണ്? ഹി വാസ് എൻ ഇംഗ്ലീഷ് ഫിലോസഫർ, ബയോളജിസ്റ്റ്, ആന്ത്രപ്പോളജിസ്റ്റ് ആൻഡ് സോഷ്യോളജിസ്റ്റ്. Then Morrison, he was a clinical psychologist. Learning by doing was tested by John Dewey. And the third one is, identify the important element a teacher has to take under consideration while addressing the students in the classroom. Options are avoidance of proximity, voice modulation, repetitive pause and fixed posture. And the correct option and the answer is voice modulation. ചോദ്യം എന്താണ്? ഐഡൻറ്റിഫൈ ദ ഇമ്പോർട്ടൻറ്റ് എലമെൻറ്റ് ടീച്ചർ ഹാസ് ടു ടേക്ക് അണ്ടർ കൺസിഡറേഷൻ വൈ അഡ്രസ്സിംഗ് ദ സ്റ്റുഡൻസ് ഇൻ ദ ക്ലാസ് റൂം. നമ്മൾ തീർച്ചയായിട്ടും അവലംബിക്കേണ്ട ഒരു കാര്യമാണ് വോയിസ് മോഡുലേഷൻ. നമ്മൾ ഈ പറയുന്ന വൺ ഓഫ് ദി സ്കിൽസാണ് മൈക്രോ ടീച്ചിങ്ങിൻ്റെ കാര്യത്തിൽ, സ്റ്റിമുലസ്റ്റിക് ക്ലാസ്. ഓക്കെ. ആൻഡ് ദ ഫോർത്ത് വൺ ഈസ് ദ ഹയസ്റ്റ് ലെവൽ ഓഫ് കോഗ്നിറ്റീവ് ഡൊമൈൻ ഈസ്, ഓപ്ഷൻസ് ആർ അണ്ടർസ്റ്റാൻഡിങ്, സിന്തസിസ്, അപ്ലിക്കേഷൻ ആൻഡ് ഇവാലുവേഷൻ. നമുക്കറിയാവുന്ന കാര്യമാണ് കോഗ്നിറ്റീവ് ഡൊമൈൻ. ആ കാര്യത്തിലേക്ക് അതിലേക്ക് കടക്കുന്ന മുമ്പായിട്ട് വി ഹാവ് ടു നോ അബൌട്ട് ബെഞ്ചമിൻ എസ് ബ്ലൂംസ് ടാക്സോണമി. ഹ്യൂമൻ ബിഹേവിയർ ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു 3 categories. Benjamin S. Bloom's taxonomy, human behavior can be classified into 3 categories. They are cognitive, affective and psychomotor domain. And here എന്താ ചോദിച്ചിരിക്കുന്നത്? ഹയസ്റ്റ് ലെവൽ ഓഫ് കോഗ്നിറ്റീവ് ഡൊമൈൻ. അപ്പോൾ ആദ്യം നമുക്ക് കോഗ്നിറ്റീവ് ഡൊമൈനിൻ്റെ കുറച്ച് സ്റ്റെപ്സുകളുണ്ട്. ഏതൊക്കെ സ്റ്റെപ്പുകൾ വരുന്നത്? The first one is knowledge, second one comprehension, third one application, fourth one analysis, and fifth one synthesis, and finally evaluation. So the highest level of cognitive domain is evaluation. And the fifth question is, in authoritarian classroom, teaching methods are, options are teacher centered, learner centered, mixed methods and all the above. Authoritarian classroom എന്ന് പറയുമ്പോൾ തന്നെ ടീച്ചർ സെൻറ്റേഡ് ആയിരിക്കും. അത് വേറൊരു സംശയത്തിൻ്റെ ആവശ്യമില്ല. So we have to click on or stick on the option A, teacher centered. ഇപ്പോൾ ടീച്ചർ സെൻറ്റേഡ് എഡ്യൂക്കേഷൻ അല്ല, ഇപ്പോൾ കൺസ്ട്രക്റ്റിവിസ്റ്റ് ക്ലാസ് റൂമാണ്. അവിടെ ടീച്ചർ ആസ് എ ഫെസിലിറ്റേറ്റർ, ടീച്ചർ ആസ് എ മെൻറ്റർ, ടീച്ചർ ആസ് എ ഗൈഡ്, അങ്ങനത്തെ രീതിയിലാണ്. ഇവിടെ അതോറിറ്റേറിയൻ ക്ലാസ് റൂം എന്ന് ചോദിച്ചുകൊണ്ട് ടീച്ചിങ് മെത്തേഡ്സ് ആർ ടീച്ചർ സെൻറ്റേഡ് ആയിരിക്കും. ആൻഡ് ദ സിക്സ്ത് വൺ ഈസ് ഡെവലപ്മെൻറ്റ് ഓഫ് ആറ്റിറ്റ്യൂഡ്സ്, വാല്യൂസ് ആൻഡ് പേഴ്സണാലിറ്റി ആർ റിലേറ്റഡ് ടു വിച്ച് ഓഫ് ദി ഫോളോയിങ് ഡൊമൈൻ. ഓപ്ഷൻസ് ആർ കോഗ്നിറ്റീവ് ഡൊമൈൻ, എഫക്റ്റീവ് ഡൊമൈൻ, സൈക്കോമോട്ടർ ഡൊമൈൻ ആൻഡ് നൺ ഓഫ് ദി അബോവ്. നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ് ബെഞ്ചമിൻ എസ് ബ്ലൂമിൻ്റെ ടാക്സോണമി. അത് സെക്കൻഡാണ് ഇത് ആറ്റിറ്റ്യൂഡ്സ് ആൻഡ് വാല്യൂസ് വരുന്ന ഡൊമൈൻ, ദാറ്റ് ഈസ് എഫക്റ്റീവ് ഡൊമൈൻ. ഇപ്പോൾ എഫക്റ്റീവ് ഡൊമൈൻ്റെ ഒരു സ്റ്റെപ്സ് പറയുകയാണെങ്കിൽ ഫസ്റ്റ് വൺ റിസീവിങ്, സെക്കൻഡ് വൺ റെസ്പോണ്ടിങ്, തേർഡ് വൺ വാല്യൂയിങ്, ഫോർത്ത് വൺ ഓർഗനൈസിങ് ആൻഡ് ഫിഫ്ത്ത് വൺ ക്യാരക്ടറൈസിങ്. ഇപ്പോൾ ചോദ്യം, ഡെവലപ്മെൻറ്റ് ഓഫ് ആറ്റിറ്റ്യൂഡ്സ് ആൻഡ് വാല്യൂസ് and personality are related to which of the following domain? Benjamin S. Bloom, then domain, and here attitude, values and personality goes to affective domain. And the seventh one is micro teaching is very effective during the following stage. Options are preparation for teaching, during teaching, after the teaching practice, none of the above. And the answer is
പ്രിപ്പറേഷൻ ഫോർ ടീച്ചിങ്. ഇപ്പോൾ നമ്മൾ ആദ്യം ഓർക്കേണ്ടത് മൈക്രോ ടീച്ചിങ് ആണ്. ഇൻവെൻഷൻ അറ്റ് സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റി ഇൻ ദ ലേറ്റ് 1950s ബൈ ഡ്വൈറ്റ് ഡബ്ല്യു അലൻ. പിന്നെ വേറെ കാര്യം പറയാനുള്ളത് മൈക്രോ ടീച്ചിങ്ങിൻ്റെ സൈക്കിൾ ഓർത്ത് വയ്ക്കുക. പ്ലാൻ, ടീച്ച്, ഫീഡ്ബാക്ക്, റീപ്ലാൻ, റീടീച്ച് ആൻഡ് റീഫീഡ്ബാക്ക്. ഓക്കെ. പിന്നെ ടീച്ചിങ് സ്കിൽസ് നമുക്കറിയാവുന്ന കാര്യമാണ്. സ്കിൽ ഓഫ് ഇൻട്രൊഡ്യൂസിങ് എ ലെസൺ, യൂസിങ് ബ്ലാക്ക് ബോർഡ്, റീഇൻഫോഴ്സ്മെൻറ്റ്, സ്റ്റിമുലസ് വേരിയേഷൻ, എക്സ്പ്ലെയിനിങ്, പ്രോബിംഗ് ക്വസ്റ്റ്യൻസ്. അപ്പോൾ മൈക്രോ ടീച്ചിങ്ങിൻ്റെ കാര്യം പറയുമ്പോൾ ഡെഫിനേഷൻ ഓർത്ത് വയ്ക്കുക. പിന്നെ ഡ്വൈറ്റ് ഡബ്ല്യു അലൻ്റെ കോൺട്രിബ്യൂഷൻ ഓർത്ത് വയ്ക്കുക. പിന്നെ സൈക്കിൾ ഓർത്ത് വയ്ക്കുക. സ്കിൽസ് ഓർത്ത് വയ്ക്കുക. ആൻഡ് ദ എയ്ത്ത് വൺ ഈസ് ആംസ്ട്രോങ് വാസ് ദ മെയിൻ എക്സ്പോണൻറ്റ് ഓഫ് എക്സാമ്പിൾസ് ലൈക്ക് ദ ഓപ്ഷൻസ് ആർ heuristic method, lecture method, role play method, none of the above. And the correct option is heuristic method. ഈ heuristic method എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? heuristic method ഒരു പ്രോബ്ലം സോൾവിങ് മെത്തേഡാണ്. ദാറ്റ് യൂസസ് ഷോർട്ട്കട്ട്സ് ടു പ്രൊഡ്യൂസ് ഗുഡ് ഇനഫ് സൊല്യൂഷൻസ് ഗിവൺ എ ലിമിറ്റഡ് ടൈം ഫ്രെയിം ഓർ ഡെഡ് ലൈൻ. അപ്പോൾ ഓർത്ത് വയ്ക്കേണ്ടത് ഹ്യൂറിസ്റ്റിക് മെത്തേഡ് ഒരു പ്രോബ്ലം സോൾവിങ് മെത്തേഡാണ്. അതുകൊണ്ട് ഉപകാരം പറയുകയാണെങ്കിൽ ഷോർട്ട് കട്ട്സ് ടു പ്രൊഡ്യൂസ് ഗുഡ് ഇനഫ് സൊല്യൂഷൻസ് ഗിവൺ എ ലിമിറ്റഡ് ടൈം ഫ്രെയിം ഓർ ഡെഡ് ലൈൻ. ആൻഡ് ദ നയൻത്ത് വൺ ഈസ് അബ്രിവേഷൻ ഓഫ് CAI. ഓപ്ഷൻസ് ആർ കമ്പ്യൂട്ടർ അസിസ്റ്റഡ് ഇൻസ്ട്രക്ഷൻ, കമ്പ്യൂട്ടർ എയ്ഡഡ് ഇൻസ്ട്രക്ഷൻ, കമ്പ്യൂട്ടർ അഡ്വാൻസ്ഡ് ഇൻസ്ട്രക്ഷൻ ആൻഡ് നൺ ഓഫ് ദി അബവ്. ആൻഡ് ദ കറക്റ്റ് ഓപ്ഷൻ ഈസ് കമ്പ്യൂട്ടർ അസിസ്റ്റഡ് ഇൻസ്ട്രക്ഷൻ. ആൻഡ് ദ 10th one, the last one, who stated the job of a teacher is not to put burden on children but to prepare them for auto education. Options are Tagore, Aurobindo, Vivekananda and Froebel. And the correct option is Aurobindo. Aurobindo ആണ് ഈ സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് ടാഗോറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നൊബൽ സമ്മാനം കിട്ടുന്ന ആദ്യത്തെ ഇന്ത്യൻ വംശജനാണ്. 1913 ഗീതാഞ്ജലിക്കാണ് നൊബൽ സമ്മാനം കിട്ടുന്നത്. പിന്നെ ടാഗോറിൻ്റെ ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾസ് ഒക്കെ ഉണ്ട്. ദർ ആർ 4 ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾസ് ടുവേർഡ്സ് എഡ്യൂക്കേഷൻ. ഏതൊക്കെയാണ്? നാച്ചുറലിസം, ഹ്യൂമനിസം, ഇൻ്റർനാഷണലിസം, ഐഡിയലിസം. പിന്നെ ടാഗോറിൻ്റെ വേറൊരു കോൺട്രിബ്യൂഷനാണ് ശാന്തിനികേതൻ. അത് ഓർത്ത് വയ്ക്കുക. ശാന്തിനികേതൻ യൂണിവേഴ്സിറ്റി ഒക്കെ ഉണ്ടല്ലോ. ആൻഡ് സെക്കൻഡ് അറബിന്ദോ പറയുകയാണെങ്കിൽ ഇൻ്റഗ്രൽ എഡ്യൂക്കേഷൻ്റെ ഒരു പ്രൊപ്പോണൻ്റ് ആണ്. ഫ്രോബിലെ കിൻഡർഗാർട്ടൻ ആണ്. അപ്പോൾ ഇങ്ങനത്തെ ഉള്ള റിലേറ്റഡ് ആയിട്ടുള്ള ഓപ്ഷൻസും അല്ലെങ്കിൽ ഓപ്ഷനിൽ നിന്നും ചോദ്യങ്ങൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. സോ അത് പഠിച്ചു വയ്ക്കുക. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് അഡോളസൻറ്റ് സൈക്കോളജിയുടെ 3ാമത്തെ ഭാഗമായിട്ടുള്ള ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡുമായി റിലേറ്റഡുള്ള 10 ക്വസ്റ്റ്യൻസ് ആണ്. ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നാളെ മറ്റൊരു വീഡിയോ കാണും വരെ ബായ്.